നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 1-2 സീറ്റ് കുറഞ്ഞെന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് ഒരുത്തനും കരുതണ്ട എന്ന് സഭയിൽ തുറന്നടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 വോട്ട് കുറഞ്ഞെന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് പ്രതിപക്ഷത്ത് ആരും വിചാരിക്കേണ്ടെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ബി.ജെ.പിയും എൻ.ഡി.എയും 4 വോട്ടിന് വേണ്ടി ചെയ്യുന്നതല്ലെന്നും എന്തൊക്കെ സംഭവിച്ചാലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മോദി വ്യക്തമാക്കി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്നത് എൻ.ഡി.എ സർക്കാരിന്റെ ദൗത്യമാണെന്നും അതിന് തെരഞ്ഞെടുപ്പ് നേട്ടവുമായി ഒരു ബന്ധവുമില്ലെന്നും മോദി വ്യക്തമാക്കി. കൂടാതെ അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കാർക്കും അഴിമതിക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഏജൻസികൾക്ക് താൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് ഒരു മടിയും കൂടാതെ പ്രസ്താവിക്കാനും രാജ്യക്കാരോട് പറയാനും താൻ ആഗ്രഹിക്കുന്നു. സർക്കാർ ഒരിടത്തും ഇടപെടില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. അന്വേഷണ ഏജൻസികൾ സത്യസന്ധമായി പ്രവർത്തിക്കണം. അഴിമതിയിൽ കുടുങ്ങിയ ആർക്കും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, പ്രധാനമന്ത്രി പറഞ്ഞു. 3-4 വോട്ട് കുറഞ്ഞെന്ന് കരുതി തടി രക്ഷപ്പെട്ടു എന്ന് കരുതിയ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയാണ് മോദിയുടെ ഈ പ്രസ്താവന എന്ന് നിസ്സംശയം പറയാം. ആം ആദ്മി പാർട്ടിക്കെതിരെ ആദ്യം തെളിവ് സഹിതം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖ്യമുണ്ടാക്കുകയും ചെയ്തതിന് കോൺഗ്രസിനെയും അദ്ദേഹം കടന്നാക്രമിച്ചു. ഈ അടുത്താണ് G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് മോദി ഇറ്റലിയിൽ പോവുകയും അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ വലിയ തെളിവുകൾ അവിടെ നിന്നും ലഭിക്കുകയും ചെയ്തത്. 2013 മുതൽ അന്നത്തെ ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രഹസ്യമാക്കി വെച്ചിരുന്നതായിരുന്നു ഇത്. കോൺഗ്രസിനെയും ആം ആദ്മിയും കൂടാതെ പ്രതിപക്ഷത്തെ പ്രധാന പല പാർട്ടികളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ കട്ടയും പടവും അടക്കാൻ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് മോദി കൃത്യമായി പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ മുട്ടുവിറക്കുകയാണ്. കാരണം പറയുന്നത് മോദിയാണ്. അഴിമതി കാണിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ജയിലിൽ ഇടും എന്ന വാഗ്ദാനം നൽകുന്നതും മോദിയാണ്. അവർക്കറിയാം ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന്. ഉറപ്പായും അദ്ദേഹം അത് നടപ്പിലാക്കുമെന്നും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.